ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമോട്ടേഴ്സ് കാവന്നൂർ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ജെ സീരീസ് റീബോൺ ക്ലാസിക് 350 ആണ്. സിഗ്നൽസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വന്ന ക്ലാസിക് തന്നെയാണ് വണ്ടി. ജെ സീരീസിൽ വരുന്ന എഞ്ചിനാണ് ഈ വണ്ടി. $70,587 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. 70,587. നമ്മളിന്ന് സ്ഥിരമായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് UC കാറ്റഗറിയിൽ വരുന്ന 59,000 കിലോമീറ്റർ കൂടെ 2017 വണ്ടിയായിട്ടാണ് കേട്ടോ. നമുക്കതിൻ്റെ ഒരു ടോർക്ക് ഡിഫറൻറ്റ് നോക്കാം. വീഡിയോ കുറച്ചൊരു ലെങ്തി ആയിരിക്കും കേട്ടോ. അത് മുഴുവനായിട്ട് കണ്ടാൽ തന്നെ അതിൻ്റെ ഇത് കിട്ടുള്ളൂ. കാരണം 2 വീഡിയോ ചെയ്യുമ്പോൾ 2 വണ്ടിയുടെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. എന്നാലും മാക്സിമം ചുരുക്കാൻ ശ്രമിക്കാം. ഞാൻ ചെയ്യുന്ന റിവ്യൂസൊക്കെ ഒരു മെക്കാനിക്കൽ ബേസ്ഡ് റിവ്യൂസ് ആയിരിക്കും. കാരണം മറ്റുള്ളവർ ചെയ്യുന്ന മാതിരി വണ്ടി എടുത്ത് വെറുതെ ഓടിച്ച് നോക്കിയിട്ട് പിന്നെ അത് നല്ലതാണ് നല്ലതെന്ന് പറയല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് വണ്ടിക്ക് വന്ന സർവീസ് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ വണ്ടി റിവ്യൂസ് പറയുന്നത്. രണ്ട് വണ്ടിയുടെ എക്സോസ്റ്റ് സ്റ്റോക്കാണ്. അപ്പം എല്ലാവർക്കും സംശയമുണ്ട് ജെ സീരീസിൻ്റെ എൻജിൻ എങ്ങനെയാണ് ലാസ്റ്റ് ചെയ്യോ പ്രശ്നങ്ങളുള്ള വണ്ടിയാണോ എന്നുള്ള. ന്യൂ പ്ലാറ്റ്ഫോം ന്യൂ എൻജിൻ ആയതുകൊണ്ട് ചെറിയ ഡൗട്ടൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ വണ്ടി 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ നോ ഇഷ്യൂസ്, ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻജിൻ സംബന്ധമായിട്ട് ഒരു ഭാഗം അഴിക്കേണ്ടി വന്നിട്ടില്ല. ക്ലച്ചോ ഒരു ഭാഗത്തിൻ്റെ അഴിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല ലൈഫുള്ള എഞ്ചിനാണെന്ന് തോന്നുന്നു. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ലൈഫുള്ള എഞ്ചിനാണെന്ന് തോന്നുന്നു. കാരണം കിലോമീറ്റർ ആണല്ലോ വണ്ടിൻ്റെ പിന്നെ ആയുസ് നിശ്ചയിക്കുന്നത്. നമ്മൾ ജെ സീരീസ് കാറ്റഗറിയിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുള്ള എന്നാണ് ആവർത്തിച്ച് പറയുകയാണ്, പുതിയതായിട്ട് കാണുന്നവർക്കായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ജെ സീരീസ് വണ്ടി എല്ലാം തന്നെ സെയിം എൻജിൻ, സെയിം ടോർക്ക്, സെയിം പെർഫോമൻസ് തരുന്ന വണ്ടിയാണ്. നമുക്ക് എന്താണ് കൂടുതൽ ആപ്റ്റാണ്, പിന്നെ ബോഡിയായിട്ട് നമുക്ക് ഏറ്റവും മാച്ച് ആവും, നമുക്ക് റിലാക്സ് റൈഡിങ്ങിന് ഏതാണ് നമുക്ക് മാക്സിമം സൂട്ടാകും നോക്കിയിട്ട് ആ വണ്ടി എടുക്കുക. പ്രൈസിൽ എന്തായാലും നല്ല വേരിയേഷൻ ഉണ്ടാവും. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു ബുള്ളറ്റ് കാരണം ഒരു കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് സെലക്ട് ചെയ്യാൻ ഏറ്റവും നന്നാവുക. പിന്നീട് നമുക്ക് മാറ്റുകാരനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ജെ സീരീസിൽ ക്ലാസിക്കിൽ എടുത്ത ആളുകൾ വലുതും ഇപ്പോൾ മെറ്റിയോറിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. നമ്മളടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് പറയുന്നതാണ് കുറച്ചൊരു കംഫർട്ടാണെന്ന് പറഞ്ഞിട്ട്. അത് ശരി തന്നെയാണ്. ക്രൂസർ വണ്ടിയാണ് മെറ്റിയോർ. റിലാക്സ് റൈഡിങ് പൊസിഷനുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എത്ര ലോങ് ഓടിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അതാണ് വാസ്തവം. പിന്നെ 100 ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, 100 യങ്സ്റ്റേഴ്സിൻ്റെ വണ്ടിയാണ്, തീർത്ത് യങ്സ്റ്റേഴ്സിൻ്റെ വണ്ടിയാണ് 100. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക. നമുക്ക് കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും പറ്റിയൊരു വണ്ടിയല്ല 100. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ചെറിയ യാത്രകൾക്കൊക്കെ ജസ്റ്റ് ചെറിയ ഒരു ലോക്കൽ ട്രിപ്പിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ലോങ്ങിന് പറ്റില്ല 100. പിന്നെ ന്യൂ ജനറേഷൻ പിന്നെ എന്ത് ഹാൻഡിൽ പൊസിഷൻ എങ്ങനെയായാലും ഏത് വണ്ടി എടുത്തിട്ടും ലോങ് പോകും. അത് നമുക്ക് ഇതിൽ പെടുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഓരോ വണ്ടിക്ക് ഓരോ പർപ്പസ് ഉണ്ട്. ഓരോ വണ്ടിൻ്റെ ഓരോ കാറ്റഗറി ഓരോ പർപ്പസിനായിട്ട് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വണ്ടി എടുക്കാമെന്നുള്ളൂ. മറ്റുള്ളവർ വണ്ടി എടുത്തു, ആ വണ്ടി എടുക്കുന്നവർ നമ്മൾ എടുക്കണ്ട. നമുക്ക് ഏതാണോ വേണ്ടത്, നമുക്ക് ബോഡിയായിട്ട് ചില ഹൈറ്റ് കുറഞ്ഞ ആളുകളായിരിക്കും, ഹൈറ്റ് കൂടിയ ആളുകളായിരിക്കും, അതിനനുസരിച്ച് നമുക്ക് കംഫർട്ടായിട്ടുള്ള വണ്ടി സെലക്ട് ചെയ്യാം. ഒരു എഞ്ചിന് ഒരു മാറ്റമില്ല. സ്റ്റാൻഡേർഡ് ആയാലും ഏത് ഇതിനായാലും സെയിം പെർഫോമൻസ് നമുക്ക് തരുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് ഞാൻ ഒരു കമ്പേഴ്ഷൻ വീഡിയോ ആണ് നോക്കുന്നത്. ക്ലാസിക്കുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതായത് UC സ്റ്റാൻഡേർഡിൽ വരുന്ന
നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സെയിലായിട്ടുള്ള, വേൾഡിൽ ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള വണ്ടിയാണ് ക്ലാസിക് എന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ബെസ്റ്റ് സെല്ലിങ്ങിൽ പെടുന്ന. അപ്പോൾ ആ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇപ്പോൾ ജെ സീരീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർത്തും റീഫൈൻഡ് എഞ്ചിനാണ്, നല്ല സ്മൂത്താണ്. എഞ്ചിൻ്റെ ഭാഗത്ത് യാതൊരു പഞ്ചും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഒരു സൈലൻ്റായിട്ട് ഒരു വാഹനം പോകുന്നു. എക്സോസ് നോട്ട് മാത്രം നമുക്ക് ബുള്ളറ്റിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്ന ഇതിൽ എക്സോസ് നോട്ട് കിട്ടുന്നുണ്ട്. എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊരു പിന്നെ ഇതും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും റീഫൈൻഡാണ് എഞ്ചിന്. പിന്നെ ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക് പറഞ്ഞ ക്ലാസിക് UC ക്ലാസിക്കിൽ വരുന്ന സമയത്ത് ലോ ആൻഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 40 കിട്ടുന്നുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ മാത്രം പ്രത്യേകതയായ ടോർക്ക്, ലോ ആൻഡ് ടോർക്ക് ഉണ്ടല്ലോ, അതിന് അനുഭവിച്ച് അറിയേണ്ട ഒരു വസ്തുതയാണ്. ആക്സിലേറ്റർ കൊടുത്തതിന് ഏത് വണ്ടിയും പായും. ആ പായല്ല, ഒരു ബൈക്കിൻ്റെ യാത്ര ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ലോയിൽ പോകുമ്പോൾ നമുക്ക് യാത്ര ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആസ്വാദനത്തിന് പറ്റിയ വണ്ടിയാണ് റോയൽ എൻഫീൽഡ്. ഇപ്പം എൻ്റെ ഈ ഭാഗത്തുള്ള റോഡുകൾ കുറച്ചൊരു കയറ്റവും ഇറക്കവും കൂടിയിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് നല്ല നിരപ്പായ റോഡിലെത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടോർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ലോ ആൻഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ, പിന്നെ ഈ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഭാഷ ഒരു മെക്കാനിക്കൽ ലാംഗ്വേജ് പറയുന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതായത് നമ്മൾ വണ്ടി അടിക്കടി ഗിയർ മാറ്റം ആവശ്യമില്ലാതെ വണ്ടി ടോപ്പ് ഗിയറിൽ ഓടാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് ലോ ആൻഡ് ടോർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ടോപ്പ് ഗിയറിലായാലും എത്ര സ്പീഡ്, പെട്ടെന്ന് ചില വണ്ടികൾ പെട്ടെന്ന് ലോ ആയി കഴിഞ്ഞാൽ എഞ്ചിൻ ഇടിച്ച് കളിച്ച് ഗിയർ മാറ്റുന്ന ഒരു അവസ്ഥ വരും. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യാസം വരും എന്നുള്ളതാണ് ലോ ആൻഡ് ടോർക്ക് കൂടിയാലുള്ള മെച്ചം കേട്ടോ. നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡിൽ നിന്ന് ഇനി ഭാവിയിൽ ഒരു എഞ്ചിൻ മാറ്റം പ്രതീക്ഷിക്കാവുമെങ്കിലും കൂടെ നമ്മൾ ഈ CI എഞ്ചിനും UC എഞ്ചിനൊക്കെ ആ ഒരു എല്ലാ മേഖലയിലും സർവീസ് കഴിഞ്ഞ് പിന്നെ ഉപയോഗിച്ചും എക്സ്പീരിയൻസ് എന്ന നിലക്ക് ഒരു ബുള്ളറ്റ് എന്ന നിലയിൽ ഞാൻ ഒരു ജെ സീരീസ് വണ്ടിയെ എനിക്ക് അത്രയായിട്ട് അക്സെപ്റ്റബിൾ അല്ല. നമുക്ക് ഇതിന് ടോർക്ക് നോക്കാം കേട്ടോ. അതായത് ടോപ്പ് ഗിയറിൽ എത്രത്തോളം സ്ലോലി വണ്ടി പോകുന്നുണ്ടെന്ന് നോക്കുന്നത്. നമ്മൾ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്ലോ ഡൗൺ ചെയ്യുകയാണ്. വണ്ടി ഇടിക്കാതെ ഗ്രാജുവൽ എടുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. നോക്കുക, കുറച്ചുകൂടെ ഇറങ്ങി വന്നുകൊണ്ടായിരിക്കാം. ഓക്കെ, 35 km/h. കുഴപ്പമില്ല, നല്ല ടോർക്കാണ്. അതായത് ഞാൻ ഇപ്പോൾ മുമ്പ് പറഞ്ഞ 40 km ആണെങ്കിലും കൂടെ ഇത് നല്ലൊരു ടോർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇതിൽ ഏറ്റവും ഒരു ബെനിഫിറ്റ് റോയൽ എൻഫീൽഡ് മാറ്റം പ്രത്യേകതമായ വണ്ടി എൻജിൻ ഓടിക്കഴിയുമ്പോൾ അത് സെറ്റാവുന്ന ആ ഒരു ഇതനുസരിച്ചാണ് വണ്ടി റോട്ടിൽ നിന്ന് ഒഴുകി കളിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞാൽ സാധാരണ ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ 40-ലൊക്കെ പോകാൻ പറ്റാറുള്ളൂ. 40 നിയർ. പക്ഷേ ഇപ്പം ഈ വണ്ടി അങ്ങനെയല്ല. ജസ്റ്റ് 35 km/h 35 km/h നമുക്ക് ടോപ്പ് ഗിയറിൽ ഓടാൻ പറ്റുന്നുണ്ട് ജെ സീരീസ് വണ്ടി. അപ്പം ഒന്നും പറയാനില്ല, കാരണം രണ്ടിനും പറ്റിയ വണ്ടി എന്ന് പറയാം ജെ സീരീസ്. ഹൈ സ്പീഡിനും പറ്റും, ലോ സ്പീഡിനും പറ്റും. അതേത് വണ്ടി എടുത്തു കഴിഞ്ഞാലും ഇതാണ് സെയിം ഫീൽ കിട്ടും നിങ്ങൾക്ക്. പിന്നെ സ്പോക്ക് വീലാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടോർക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സ്റ്റാൻഡേർഡൊക്കെ സ്പോക്ക് വീലിലേക്ക് മാറാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ്. സ്റ്റാൻഡേർഡ് എടുത്തുന്ന ആ ഒരു അലോവീൽസ് കയറ്റരുത്. അത് ഈ ടോർക്ക് ആസ്വദിക്കുന്ന ആളുകളോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കേട്ടോ.
അലവിലിന് ഒന്നുകൂടെ നോക്കാം നമുക്ക്. പക്ഷേ ഈ ഒരു പെർഫോമൻസ് ഒന്നും യൂസ് എഞ്ചിൻ കിട്ടില്ല കേട്ടോ, അത് വേറെ വസ്തുതയാണ്. ഈ ഒരു ലോ ആൻഡ് ടോർക്കൊന്നും നമുക്ക് യൂസ് എഞ്ചിൽ സ്റ്റാൻഡേർഡിൽ മാത്രമേ കിട്ടുള്ളൂ. നോക്കുക, എക്സോസ്റ്റ് നോട്ട് ഇല്ല എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് എന്ന് നോക്കിയാൽ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു 70,000 കിലോമീറ്റർ ആദ്യം കാണിച്ചത് അതുകൊണ്ടാണ്. റോയൽ എൻഫീൽഡ് ഓടി സെറ്റാകുമ്പം ഓടുമ്പോൾ ഒരു ക്രാങ്കിനൊരു വഴക്കം കിട്ടുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വണ്ടി ഇത്രയും ടോർക്കിൽ ഓടുന്നത്. അപ്പം ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ ഓടിയ വണ്ടിയാണ്. അതുകൊണ്ട് ഇതിന് ലൈഫ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് അടുത്തത് UC എഞ്ചിനിലേക്ക് നോക്കാം കേട്ടോ. അതും 59,000 കിലോമീറ്റർ ഓടി. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കാം, കാരണം മീറ്ററും ചിലപ്പം കറക്റ്റ് ആയിരിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഓണർ അത്യാവശ്യം നീറ്റ് ആളാണ്, കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വണ്ടിയും പക്ക സൈലൻ്റാണ്. UC എഞ്ചിൻ്റെ സാധാരണഗതിയിലുള്ള സൗണ്ട് ടാപ്പറ്റ് നോയ്സ് ഒന്നുമില്ലാത്തൊരു വണ്ടിയാണ്. കാരണം അത് ഫ്രീക്വൻ്റ് ആയിട്ട് 5000 കിലോമീറ്റർ 6000 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊണ്ട് നടക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത, UC എഞ്ചിൻ്റെ പ്രത്യേകത, എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ജസ്റ്റ് ഒരു പഞ്ചും കൂടെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ക്ലാസിക്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ക്ലാസിക് എന്നുള്ളതൊരു ഹൈ സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്ന അത്ര സ്പോട്ടി ഇതൊന്നുമല്ല. റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു UC സ്റ്റാൻഡ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടിയിൽ കുറച്ചുകൂടി സ്പീഡിങ് എഫിഷ്യൻസി കൂടുതലുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഒരു 50ൻ്റെ താഴോട്ട് ടോപ്പ് ഗിയറിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അത് റോയൽ എൻഫീൽഡ് എഞ്ചിനീയറിംഗ് പവർ നമ്മളെ J സീരീസിൽ ശരിക്കും പ്രകടമാണ് കേട്ടോ, ആ ഒരു ടോർക്കിൻ്റെ കാര്യത്തിൽ. എൻജിൻ ഓക്കെയാണ്. അപ്പോൾ ഇത് എപ്പോഴും ക്ലാസിക് നമ്മൾ എടുക്കുമ്പോൾ, UC ക്ലാസിക് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള, നമ്മൾ കുറച്ച് ഒന്ന് പെട്ടെന്നൊക്കെ പോയി യാത്ര ചെയ്തൊക്കെ പോയി വരാനുള്ള ഒരു അകലത്തിലൊക്കെ ഉള്ള പെട്ടെന്ന്, അതായത് ലോ ആൻഡ് ടോർക്ക് തീരെ ആസ്വദിക്കാൻ പറ്റാത്തൊരു വണ്ടിയാണ് ക്ലാസിക്. അപ്പോൾ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആർക്ക് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആൻഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറച്ചിട്ട് പോവുക എന്നുള്ള ക്ലാസിക്കിനെ സംബന്ധിച്ചുള്ള ഗിയർ ഡൗണിങ് മാത്രമേ സാധ്യമാവുള്ളൂ. ഗിയർ അപ്പ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് സ്ലോയിൽ പോകാൻ പറ്റില്ല വണ്ടി. ഏകദേശം ഫോർത്ത് ഗിയറിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊന്നും നമുക്ക് ഒരു ഫീല് കിട്ടില്ല. അപ്പോൾ UC ക്ലാസിക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഒരു വലിയ ഒരു എടുത്തുചാട്ടാണ് പിന്നെ റിഫൈനിങ്ങിൻ്റെ കാര്യത്തിൽ J സീരീസിനുള്ളത്. അതായത് ബോഡി വൈബ്രേഷനോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ആ ഒരു വണ്ടി ഓടിക്കുന്ന പിന്നെ ആ ഒരു യാതൊരു ബുദ്ധിമുട്ടും ആ J സീരീസിൽ ഇല്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ അധികം ദൂരം ഓടിക്കുന്നില്ല, കാരണം എനിക്കിത് വലിയ ടോർക്കില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ആസ്വാദകമായി തോന്നുന്നില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ചുരുക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്കും ഒരു സൗകര്യമായിരിക്കും.
പിന്നെ സൈലൻസർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടോർക്ക് കിട്ടും കേട്ടോ. അത് വേറെ വശം. ഇപ്പം സൈലൻസറിൻ്റെ നിയമം വശം നോക്കുമ്പോൾ അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് വണ്ടികളുടെ കാര്യങ്ങൾ റിവ്യൂസ് നിങ്ങളെ മുന്നിലേക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റേ വണ്ടി സെയിം കിലോമീറ്റർ 50-60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഏകദേശം രണ്ടും ഏകദേശം തുല്യം തന്നെയാണ്. ചെറിയൊരു മാറ്റമുള്ളൂ, 10,000 കിലോമീറ്റർ ഡിഫറൻ്റ് ഉള്ളൂ. യു സി കാറ്റഗറിയിൽ ഏറ്റവും നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും സെയിലായത് ക്ലാസിക് ആണെങ്കിലും കൂടെ അതേ പറയല്ലോ, ഏറ്റവും കൂടുതൽ സെയിലാവുന്ന സാധനമല്ലല്ലോ ഏറ്റവും നല്ലത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും നല്ലതായിട്ടൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ആൾ ഇറങ്ങുമ്പം അതിന് മറ്റൊരാളെ വണ്ടി കണ്ട് നമുക്കും വേണം ക്ലാസിക്, എല്ലാവരും വണ്ടി എടുത്തുകൊണ്ട് നമുക്കും ക്ലാസിക് എടുക്കണം എന്നുള്ളതുകൊണ്ട് പോകേണ്ടതാണ് ഏറ്റവും കൂടുതൽ ക്ലാസിക് മാത്രം ഇറങ്ങുന്നത്. അല്ലാതെ ഒരു 3 റോയൽ എൻഫീൽഡിൽ എല്ലാ കാറ്റഗറിയിലെ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് ഏതാണ് കംഫർട്ട് എന്ന് നോക്കിയിട്ടൊന്നുമല്ല ആളുകൾ വണ്ടി എടുക്കുന്നത്. പിന്നെ ചില ആളുകൾ പ്രൈസ് വൈസ് നോക്കും, അവനവൻ്റെ സാമ്പത്തികം അനുസരിച്ചും വണ്ടി എടുക്കണം. അപ്പോൾ അതും ഒരു ഫാക്റ്റാണ്. അപ്പോൾ എന്നിരുന്നാലും യു സി കാറ്റഗറിയിൽ ഏറ്റവും നല്ല വണ്ടി സ്റ്റാൻഡേർഡ് എന്ന് തന്നെ പറയും. കാരണം ഒരു ടോർക്ക് ആസ്വദിച്ചൊരു ബുള്ളറ്റിൻ്റെ എല്ലാ പഞ്ചും ആ ഒരു റെട്രോ സ്റ്റൈൽ കീപ്പ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് വരുന്നത്. അത് ബേസിക്സിൽ വരുമ്പോൾ ES KS കഴിയുന്നത് KS ഒഴിവാക്കിയിട്ട് CS എടുക്കുകയൊക്കെ നന്നാവാൻ തോന്നുന്നു. കാരണം നമുക്ക് സെൽഫ് സ്റ്റാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് അതൊരു വലിയ ഇന്നത്തെ ഈ റോഡിൻ്റെ ആ ഒരു ട്രാഫിക് അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള സെൽഫ് സ്റ്റാർട്ടാണ്. അപ്പം അതൊന്ന് പരിഗണിക്കട്ടെ വണ്ടി എടുക്കുമ്പോൾ യു സി എടുക്കുകയാണെങ്കിൽ. അത് നല്ലൊരു പഞ്ചറിന് ശരിക്കും ജെ സീരീസിനോട് ഏകദേശം ആ ഒരു താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അതുമായിട്ട് ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ള വണ്ടിയാണ്. ടോർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും റോയൽ എൻഫീൽഡ് ഓടിക്കുന്ന പഞ്ച് എഞ്ചിൻ്റെ ഭാഗത്തുള്ള പഞ്ചും കൂടി നമുക്ക് യു സിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ക്ലാസിക് വെച്ച് നോക്കുമ്പോൾ ഞാൻ ടോർക്ക് നോക്കുകയാണ് കേട്ടോ. ഇനി ഇപ്പോൾ ഇത് ടോപ്പ് ഗിയറിലാണുള്ളത്. നിയർ 40 ആണ്. ഇത് 35 എത്തിയപ്പോൾ ചെറുങ്ങനെ ഇന്ത്യൻ എൻജിൻ ഇടിക്കുന്നുണ്ട്. 40 ഓക്കെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ കിലോമീറ്റർ ഇത്രയും ഓടിയ കൊണ്ട് തന്നെയാണ് എൻജിനൊരു ഫ്ലോ കിട്ടിയിട്ടുണ്ട്. ശരിക്കും നോർമലി ക്ലാസിക് 50ൻ്റെ മുകളിൽ 45ൻ്റെ മുകളിലും 50ൻ്റെ അതിലുമാണ് 5ാമത്തെ ഗിയറിൽ നമുക്ക് ശരിക്കും നോർമലായിട്ട് ഓടിക്കാൻ പറ്റുക. അപ്പം ഒന്നുകൂടെ നോക്കാം കേട്ടോ. കാരണം ഇവിടുന്ന് കറക്റ്റ് കിട്ടണമെന്നുള്ള ചെറിയൊരു കയറ്റം ഇറക്കമുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോവും കൂടി വണ്ടിയിൽ ഉണ്ടായാൽ നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ കുറച്ചൊരു നേരത്തെ സ്ഥലത്തെത്തി സ്ലോ ഡൗൺ ചെയ്യണം. ഇപ്പോൾ ക്ലാസിക് തന്നെ വേണ്ടിയേ തീരൂ എന്നില്ലെങ്കിൽ ഓക്കെ, യാതൊരു ഞാൻ ഇതിനെ പറ്റ തള്ളി പറയുമൊന്നുമല്ല കേട്ടോ. ക്ലാസിക് ഒരു ജനകീയ വാഹനമാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു തുരുപ്പിച്ചിട്ടാണ് ക്ലാസിക്. അടിപൊളി കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ പറ്റുന്നുണ്ട്. ഓക്കെ 35, 37 ജെസീസിൻ്റെ അത്ര തന്നെ ഇല്ലെങ്കിൽ 35, 37 ഈ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാനുള്ള അതിൻ്റെ ഈ ഒരു വണ്ടി ഇങ്ങനെ പോകാനുള്ള കാരണം കറക്റ്റ് സർവീസാണ്. അത് മാത്രമല്ല 50,000-60,000 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. സാധാരണ ക്ലാസിക്ക് 50-45 പോകാറുള്ളത്, ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ. അപ്പോൾ ഇതാണ് രണ്ട് വണ്ടീൻ്റെ കമ്പാരിറ്റീവ്ലി എനിക്ക് പറയാനുള്ളത്. രണ്ട് വണ്ടിയും നല്ല വണ്ടി തന്നെയാണ്. പക്ഷേ ജെ സീരീസ് റീഫൈൻഡ് ആണ്. യു സി വണ്ടികൾ എൻജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു
പഞ്ചും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ഫീലും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാഹനങ്ങൾ സെലക്ട് ചെയ്യുക. ജെ സീരീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള നിങ്ങളെ ബോഡി ലാംഗ്വേജ് ആയിട്ട് ഏറ്റവും റിലാക്സ് റൈഡിങ് ഏതാണോ ആ വണ്ടി എടുക്കുക, എൻജോയ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.